കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത സമിതി പ്രഖ്യാപിച്ച ദേശീയ പൊതുപണിമുടക്ക് ഏതാണ്ട് 8 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. കേരളത്തിലൊരു പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് മാത്രമല്ല, ഒരു ഹർത്താലിൻ്റെ സമാന സാഹചര്യമാണ് കേരളത്തിലെ പലയിടങ്ങളിലുള്ളത്. പലയിടത്തും യാത്രക്കാർ വല്ലാതെ വലയുന്നു എന്ന് റിപ്പോർട്ടുകൾ വിവിധ ബ്യൂറോകൾ പറയുന്നു. അവശ്യ സർവീസുകളെയും ശബരിമല മാരാമൺ തീർത്ഥാടകരെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയതുകൊണ്ട് പമ്പയിലേക്കുള്ള സർവീസുകൾ തുടരുന്നുണ്ട്. ടോബി ജോൺസൺ കോട്ടയം പാമ്പാടി നിന്ന് ചേരും. അതുപോലെ കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് അജീഷ് ജയകുമാറും, ആലപ്പുഴ ബോട്ട് ടെർമിനലിൽ നിന്ന് അശ്വിൻ പാലാഴിയും, അതുപോലെ കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയനും, മലപ്പുറം ടൗണിൽ നിന്ന് ഗൂഗിൾ കെ വേണുഗോപാലും ചേരുന്നു. ആദ്യം നമ്മൾ പോകുന്നത് പാമ്പാടിയിലേക്കാണ്. ടോബി ജോൺസൺ, ഗുഡ് മോർണിംഗ് മൈ ആർമി, ഗുഡ് മോർണിംഗ്. ടോബി, പാമ്പാടിയിലും പരിസര പ്രദേശങ്ങളും എന്താണ് അവസ്ഥ? ഒരു ദേശീയ പണിമുടക്കം എന്ന് പറയുമ്പോൾ ഒരു ഹർത്താലിന് സമാനമായ സാഹചര്യമാണ് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ അനുഭവപ്പെടുന്നത്. പാമ്പാടിയുടെ കഥ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ മെയ് ദിനമൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പാമ്പാടി എന്ന് പറയുന്നത്. അതായത് തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഈ പണിമുടക്കിനോട് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലയിലേക്ക് ഹൈറേഞ്ചിലേക്ക് പോകുന്നവരൊക്കെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ഈ കേക്ക് റോഡ്. ആ കേക്ക് റോഡിലെ ഈ ദൃശ്യങ്ങൾ രാവിലെ നമ്മളിന്ന് പരിശോധിച്ചപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ടാക്സി വാഹനങ്ങളോ അല്ലെങ്കിൽ ബസ്സുകളോ സ്വകാര്യ ബസ്സുകളോ ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ മാത്രം, സ്കൂട്ടറുകളും കാറുകളും മാത്രം പോകുന്നത് നമുക്ക് കാണാം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. ഒരു കട പോലും തുറന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണമായിട്ട് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചതുകൊണ്ട് തന്നെ ഈ ആളുകളൊക്കെ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പാമ്പാടി ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ്. ബസ് സ്റ്റാൻഡിൽ രണ്ടുപേർ എവിടേക്കോ പോകാൻ വേണ്ടി വന്ന് രണ്ട് ചേച്ചിമാരിയ്ക്കുന്നുണ്ട്. അതല്ലാതെ മറ്റാരും തന്നെ ഇവിടേക്ക് വന്നിട്ടില്ല. KSRTCയിലെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചിരുന്നു. കോട്ടയം ടൗണിലെ കോട്ടയം KSRTCയിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് 70 സർവീസുകളാണ് അവിടെ നിന്ന് സർവീസ് നടത്തുന്നത് സാധാരണ. പക്ഷേ ഇന്ന് ഒരു സർവീസ് നടന്നിട്ടില്ല എന്നവരെല്ലാം തന്നെ പറയുന്നുണ്ട്. ഈ ദീർഘദൂര സർവീസുകൾ ഇന്നലെ 12 മണിക്ക് മുമ്പ് പല സ്ഥലങ്ങളിൽ നിന്നും പുറപ്പെട്ട ദീർഘദൂര സർവീസുകൾ മാത്രം വന്നു പോയതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ പോയിട്ടുമില്ല. രണ്ടുപേരും ഇവിടെയുണ്ട്. ചേച്ചി, എവിടെ പോകുമെന്ന്? മെഡിക്കൽ കോളേജ്. അതെ, വരും, ഞങ്ങളുടെ ബസ് വരും. ഇതുപോലെ മെഡിക്കൽ കോളേജിലേക്കും അത്യാവശ്യ കാര്യങ്ങൾക്കും പോകേണ്ട ആളുകൾ മാത്രമാണ് ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ റെയിൽവേ സ്റ്റേഷനിലെ സാഹചര്യവും അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം അവിടെ ട്രെയിനിൽ വന്നിറങ്ങുന്ന ആളുകൾക്ക് അവരുടെ സ്ഥലങ്ങളിലേക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.